എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 12ാമത്തെ ചാപ്റ്റർ ഭൂമിയിലെ ജലം. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ജീവൻ ആദ്യമുണ്ടായത് എന്ന് കരുതപ്പെടുന്നത് ജലത്തിലാണ്. ജീവൻ ആദ്യമുണ്ടായതെന്ന് കരുതപ്പെടുന്നത് ജലത്തിൽ. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ഭൂമിയുടെ ആകെ വിസ്തൃതിയിൽ ജലത്തിന്റെ അളവ് 71%. ഭൂമിയുടെ ആകെ വിസ്തൃതിയിൽ ജലത്തിന്റെ അളവ് 71%. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീല ഗോളമാണ്. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലം. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ജലം തണുത്തുറയുമ്പോൾ ജലത്തിന് സാന്ദ്രത കുറയുന്നത് മൂലമാണ്. ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും എന്തിനുദാഹരണമാണ്? അപ്രാപ്യമായ ശുദ്ധജലത്തിന് ഉദാഹരണമാണ്. ധ്രുവപ്രദേശങ്ങളും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും എന്തിനുദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അപ്രാപ്യമായ ശുദ്ധജലത്തിന് ഉദാഹരണമാണ്. ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 0.33%. ഭൂമിയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 0.33%. ഭൂമിയിൽ അപ്രാപ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 2.67%. ഭൂമിയിൽ അപ്രാപ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 2.67%. ഭൂമിയിലെ ലവണജലത്തിന്റെ അളവ് 97%. ഭൂമിയിലെ ലവണജലത്തിന്റെ അളവ് 97%. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവ. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവ. ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കിണറ്, കുളം, കുഴൽക്കിണർ എന്നിവ. ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കിണറ്, കുളം, കുഴൽക്കിണർ എന്നിവ. സുഷിരിതാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് കളിമണ്ണ്. സുഷിരിതാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് കളിമണ്ണ്. മണ്ണിൽ സുഷിരങ്ങളുള്ള അവസ്ഥയെ നമ്മൾ സുഷിരിതാവസ്ഥ എന്ന് പറയും. മണ്ണിൽ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളിൽ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നതുമൂലം ജലലഭ്യത ഉണ്ടായിരിക്കുന്ന ശിലകളുടെ ഗുണവിശേഷത്തെ നമ്മൾ പ്രവേശനീയത എന്ന് പറയും. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളിൽ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നതുമൂലം ജലലഭ്യത ഉണ്ടായിരിക്കുന്ന ശിലകളുടെ ഗുണവിശേഷത്തെ പ്രവേശനീയത എന്നാണ് പറയുക. സുഷിരിതാവസ്ഥ കൂടിയതും പ്രവേശനീയത കുറഞ്ഞതുമായ മണ്ണാണ് കളിമണ്ണ്. സുഷിരിതാവസ്ഥ കൂടിയതും പ്രവേശനീയത കുറഞ്ഞതുമായിട്ടുള്ള മണ്ണ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കളിമണ്ണാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നത് ജലപീഠം എന്നാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നത് ജലപീഠം എന്നാണ്. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരുന്ന ജലം ഭൂഗർഭജലമാണ്. ഭൂമിക്കടിയിൽ
സംഭരിക്കപ്പെട്ടിരുന്ന ജലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂഗർഭജലമാണ്. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരുറവകളാണ് അക്യൂഫറുകൾ എന്ന് നമ്മൾ പറയാറ്. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരുറവകളാണ് അക്യൂഫറുകൾ എന്ന് പറയുന്നത്. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കുഴൽ കിണറാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. ജലപീഠം ഏറെ താഴ്ചയാണെങ്കിൽ അതിന് അഭികാമ്യം നമ്മുടെ കുഴൽ കിണറുകളാണ്. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറാണ് അരിപ്പ കിണറുകൾ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ. പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തുന്ന തരത്തിൽ നിർമ്മിക്കുന്ന കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ. കൃത്യമായിട്ട് അത് ഓർത്തു വെക്കുക. പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തുന്ന തരത്തിൽ നിർമ്മിക്കുന്ന കിണറുകളെയാണ് നമ്മൾ ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുക. ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായ സ്ഥലമാണ് ആർട്ടോയിസ് അഥവാ അത് ഫ്രാൻസിലാണ്. ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായ സ്ഥലം ആർട്ടോയിസ് ആണ്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് എന്ന രാജ്യത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ ഗീസറുകൾ എന്നാണ് പറയുക. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറുകൾ കാണപ്പെടുന്ന യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറുകൾ കാണപ്പെടുന്നത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലാണ്. ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കുടിവെള്ള ശേഖരണത്തിനായി കുന്നുകളുടെ താഴ്വരകളിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിക്കുന്ന കിണറുകൾ അറിയപ്പെടുന്നത് സുരംഗ കിണറുകൾ എന്നാണ്. കുടിവെള്ള ശേഖരണത്തിന് വേണ്ടിയിട്ട് കുന്നുകളുടെ താഴ്വരകളിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിക്കുന്ന കിണറുകളാണ് സുരംഗ കിണറുകൾ എന്ന് പറയുന്നത്. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെയുള്ള ജലത്തിന്റെ നീരൊഴുക്കുകളാണ് നീരുറവ. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെയുള്ള ജലത്തിന്റെ നീരൊഴുക്കുകളെയാണ് നമ്മൾ നീരുറവ എന്ന് പറയാറുള്ളത്. ചില സ്ഥലങ്ങളിൽ നീരുറവകളിൽ നിന്നൊഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കുന്നതിനാൽ ഇവ അറിയപ്പെടുന്നത് ചൂടു നീരുറവ എന്നാണ്. ചില സ്ഥലങ്ങളിൽ നീരുറവകളിൽ നിന്നൊഴുകുന്ന വെള്ളത്തിന് എന്തായിരിക്കും? ചൂടുണ്ടായിരിക്കും. ആ ചൂടുണ്ടാവുന്നത് കൊണ്ട് അവ അറിയപ്പെടുന്നത് ചൂടു നീരുറവ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയാറുള്ളത്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 2-നാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 2-നാണ്. തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ് വയലുകള്, കുളങ്ങള്, ചതുപ്പുനിലയങ്ങൾ എന്നിവ. തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ് വയലുകള്, കുളങ്ങള്, ചതുപ്പുനിലയങ്ങൾ തുടങ്ങിയവ. ജലത്തിന് ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. ജലത്തിന് ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. കർണാടകയിൽ ജലത്തിന് ATM ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളുടെ എണ്ണം 33 എണ്ണമാണ്. കർണാടകയിൽ ജലത്തിന് ATM ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളുടെ എണ്ണം 33. ജല ATM സംവിധാനമുള്ള നഗരങ്ങളാണ് രാജസ്ഥാൻ, ഡൽഹി, മുംബൈ മുതലായവ.
ജല ATM സംവിധാനമുള്ള നഗരങ്ങളാണ് രാജസ്ഥാൻ, ഡൽഹി, മുംബൈ തുടങ്ങിയവ. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ് 20 ലക്ഷം ടൺ മാലിന്യങ്ങൾ. ജലത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായിട്ടുള്ള മാറ്റമാണ് ജലമലിനീകരണം എന്ന് നമ്മൾ പറയാറുള്ളത്. ജലത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായിട്ടുള്ള മാറ്റത്തെ നമ്മൾ ജലമലിനീകരണം എന്നാണ് പറയുക. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം ജലമലിനീകരണ നിരോധന നിയമം 1974 ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം ജലമലിനീകരണ നിയന്ത്രണ നിയമം. കേരളത്തിന്റെ വാർഷിക വർഷാപാതം 300 സെന്റിമീറ്ററിലധികമാണ്. കേരളത്തിന്റെ വാർഷിക വർഷാപാതം 300 സെന്റിമീറ്ററിലധികമാണ്. കേരളത്തിൽ മാത്രം ഒരു വർഷം മഴയായി പെയ്യുന്ന ജലത്തിന്റെ അളവ് 120 ഘനമീറ്ററാണ്. കേരളത്തിൽ മാത്രം ഒരു വർഷം മഴയായി പെയ്യുന്ന ജലത്തിന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 120 ഘനമീറ്ററാണ്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം മഴവെള്ളമാണ്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം മഴവെള്ളം. മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴാനും ശേഖരിക്കാനും സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് വായിച്ചു പോയാൽ മതി. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി ഉണ്ടാക്കുക, പുതയിടൽ നടത്തുക, തട്ടുകൃഷി പ്രോത്സാഹിപ്പിക്കുക, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുകയൊക്കെ നമ്മുടെ ഈ ഒരു ജലം ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും സഹായിക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.